ഞാനിന്ന് ഒരു നമ്മുടെ ഭാഷാ രീതിയെ പറ്റിയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളിലേക്ക് നമ്മുടെ നാടുകളിൽ നമ്മളിപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരം ഭാഷകളാണ് സംസാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ജനിച്ചു വളർന്ന നമ്മുടെ അച്ഛനും അമ്മയും കണ്ണൂർ ജില്ലക്കാരായി ജനിച്ചു വളർന്ന ആളുകളും നമ്മുടെ അച്ഛനും അമ്മയും വേറെ ഓരോ ജില്ലകളിൽ ജനിച്ചു വളർന്നതനുസരിച്ച് നമ്മുടെ ഭാഷാ രീതികൾ നമ്മൾ മാറുന്നത്. നമ്മൾ ഏത് സ്ഥലത്താണ് ജനിക്കുന്നത് ആ ഭാഷയാണ് നമ്മൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. അപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഓരോ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വേറൊരു ജില്ലയിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പറയുന്ന ഭാഷകൾ, അതായത് ഇപ്പം ഒരു ഭാര്യ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്, ഭാര്യയും ഭർത്താവും അവരാരാന്ന് ചോദിക്കുമ്പം നമ്മൾ പറയും അത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്. പക്ഷേ നമ്മൾ കണ്ണൂർ ജില്ലയിൽ അത് ഓളും ഓനുമായി മാറും. ചില പഴയ രീതികൾ വെച്ച് ഇന്ന് പിന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ സംസാരം കുറവാണ്. എല്ലാവരും വിവിധ ഭാഗങ്ങളിലേക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ച് ഭാഷകൾ തമ്മിൽ ചേഞ്ചിങ് വരുന്നുണ്ട്. ആളുകൾ മാറ്റി സംസാരിച്ചു തുടങ്ങി. പക്ഷേ പഴയ ആളുകൾ ഇപ്പോഴും പഴയ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോട്ടയം ജില്ലയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഭാഷകൾ മുഴുവൻ അച്ചടി രീതിയിലുള്ള ഭാഷകളാണ് അവർ സംസാരിക്കുന്നത്. നമ്മളെ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ചിലർക്ക് എന്ത് മനസ്സിലാവില്ല, എന്നാ ഉണ്ടടാ വിശേഷം, എന്നാ ഉണ്ടെന്നേ ഇങ്ങനെ ചോദിക്കുക. നമ്മളിപ്പോൾ പലപ്പോഴും കളിയാക്കി ചോദിക്കുന്നൊരു ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെത്തുമ്പോൾ എന്തുണ്ടടോ വിശേഷം, അല്ലെങ്കിൽ എന്തുണ്ടണേ വിശേഷം എന്നല്ലേ ചോദിക്കല്. അത് കോട്ടയം ജില്ലയിൽ എന്നാ ഉണ്ടടാ ഉവ്വേ, ആ കൂടെ ഒരു ഉവ്വേ എന്ന് കൂടെ കൂട്ടിച്ചേർക്കും. പഴയ കാലത്ത് ഞാനൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കുറച്ച് പ്രായമായി, ഞാനൊക്കെ ജനിച്ചു വളർന്നൊരു കുടിയേറ്റ ഗ്രാമത്തിലാണ്. അതായത് തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ വെട്ടിപ്പിടിച്ച് മലബാർ കീഴടക്കി താമസിച്ച ഒരു ഏരിയയാണ് ഞങ്ങളൊക്കെ താമസിച്ചത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഏകദേശം കോട്ടയം പാലായിൽ നിന്നൊക്കെ കുടിയേറി വന്നവരാണ് കൂടുതലും. അങ്ങനെയുള്ളവരൊരു ഭാഷ പറയുന്നേക്കാം. രാവിലെ എണീറ്റാൽ അവർ റബ്ബർ വെട്ടാനൊക്കെ ഓരോ ആളുകൾ പോകുന്ന സമയത്ത് ചോദിക്കും എന്നാ ഉണ്ടടാ ഉവ്വേ വിശേഷം. ആ ഉവ്വേ എന്നുള്ള ഭാഷ അതൊക്കെ നമ്മൾ കേൾക്കാറേ ഇല്ല. അപ്പം പാലായിലും കോട്ടയത്തൊക്കെ പ്രത്യേകം പറഞ്ഞൊരു ഭാഷയാണ് എന്നാ ഉണ്ടടാ ഉവ്വേ. ഉവ്വേ എന്നൊക്കെ കൂട്ടി ഉവ്വേ എന്നേ വിളിക്കുള്ളൂ. നമ്മളിപ്പം ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഓളെവിടെ പോയി അല്ലെ ഓനെവിടെ പോയി എന്ന് ചോദിക്കുന്നതിന് വരെ എടാ ഉവ്വേ ഇതൊക്കെയാണ് പുതിയ ഓരോ ഭാഷകളുടെ വ്യത്യാസം.